മനുഷ്യൻ വെറുമൊരു കളിമൺ രൂപമാണോ? ഉൽപ്പത്തി 2-ാം അധ്യായം നമ്മോട് ഒരു ആഴമേറിയ സത്യം പറയുന്നു. ദൈവത്തിൻ്റെ ശ്വാസത്താൽ നാം ജീവൻ പ്രാപിക്കുന്നു. ഉൽപ്പത്തി 2-ാം അധ്യായം ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് വിശദമായ ഒരു വിവരണം ഉൾക്കൊള്ളുന്നു. പ്രത്യേകിച്ച് മനുഷ്യൻ്റെയും ജീവിതത്തിനായുള്ള അവൻ്റെ പദ്ധതിയുടെയും. ദൈവം വിശ്രമിച്ചു. 7-ാം ദിവസം ദൈവം തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് വിശ്രമിച്ചു, അതിനെ വിശുദ്ധീകരിച്ചു. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഏദൻ തോട്ടം. ദൈവം ഭൂമിയിൽ മനോഹരമായ ഒരു സ്ഥലം സൃഷ്ടിച്ചു. ഏദൻ തോട്ടം മരങ്ങളും സസ്യങ്ങളും നദികളും എല്ലാത്തരം സൗന്ദര്യവും അതിനുണ്ടായിരുന്നു. ആ സ്ഥലം സന്തോഷത്തെയും പൂർണ്ണതയെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും പ്രതീകപ്പെടുത്തി. മനുഷ്യൻ്റെ സൃഷ്ടി. ദൈവം കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ശ്വസിച്ചു. മനുഷ്യൻ ഒരു ജീവനുള്ളവനായി തീർന്നു. അതായത് ജീവൻ ശരീരത്തിൽ നിന്ന് മാത്രമല്ല, ദൈവത്തിൽ നിന്നാണ് വരുന്നത്. മനുഷ്യൻ്റെ ഉദ്ദേശം. മനുഷ്യന് 2 പ്രധാന ഉത്തരവാദിത്തങ്ങൾ നൽകപ്പെട്ടു. ഒന്ന്, ഏദൻ തോട്ടം പരിപാലിക്കുക. രണ്ടാമത്, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത്. ഇത് അനുസരണത്തിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. സ്ത്രീയുടെ സൃഷ്ടി. ദൈവം പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. അങ്ങനെ അവൻ സ്ത്രീയെ സൃഷ്ടിച്ചു. പുരുഷനെപ്പോലെ ഒരു വാരിയലിൽ നിന്ന് അവൻ്റെ കൂട്ടാളിയായി. ഇതാണ് വിവാഹത്തിൻ്റെ ദിവ്യമായ തുടക്കം. 2 പേർ ഒരു ശരീരമായി തീരുന്നു. ഉൽപ്പത്തി 2 നമുക്ക് 3 പ്രധാന സന്ദേശങ്ങൾ നൽകുന്നു. നമ്മൾ ദൈവത്തിൻ്റെ ശ്വാസത്താൽ ജീവിക്കുന്നു, അതിനാൽ അവൻ്റെ പിന്തുണ അത്യാവശ്യമാണ്. രണ്ടാമതായിട്ട്, ക്രമവും അനുസരണവും ജീവിതത്തിനായുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. മൂന്നാമതായി, ബന്ധങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. വിവാഹമായാലും കൂട്ടുകെട്ടായാലും. ഉൽപ്പത്തി 2 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ഉത്ഭവം, നമ്മുടെ ഉദ്ദേശം, നമ്മുടെ വ്യക്തിത്വം ദൈവത്തിലാണ്. സ്രഷ്ടാവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിതം അർത്ഥവത്താകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.